അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഊഹത്തിനനുസരിച്ച് ട്രൈ ചെയ്യുന്ന ഒരു ദോശയാണ് കേട്ടോ അത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ എന്നും പച്ചരീൻ്റെ ദോശ കഴിച്ച് മടുത്തിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് മോൾക്ക് ഞാൻ മുത്താറി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്താട്ടി മോൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള മുത്താറി അരച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിക്കാണ്ട് തലേന്ന് തന്നെ അരിയും മുത്താറിയും ഒക്കെ ഒന്ന് അരച്ച് നമ്മൾ വെള്ളപ്പത്തിനൊക്കെ മാവ് അരക്കും പോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു ദോശയാണ് കേട്ടോ. പിന്നെ ഈ ദോശയ്ക്ക് കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശ. കാരണം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. കാരണം മുത്താറിയും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആണല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ട്രൈ ചെയ്താണ് കേട്ടോ. അപ്പോൾ ചില അപാകതകളുണ്ട്, എന്നാലും ദോശ എന്നുള്ള രീതിക്ക് ഞാൻ അത് ദോശ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. വെജിറ്റബിൾസിൻ്റെ ഈ കൊട്ടയിൽ അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കൊട്ടയൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സമയത്ത് റെഡിയാക്കാം. അതിൻ്റെ ഇടയിൽ വെജിറ്റബിൾസ് കൊണ്ടുവന്നപ്പം പിന്നെ ഞാൻ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കാണുന്നോടത്ത് തന്നെ വെക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറി രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പച്ചരിയും മുത്താറിയും കൂടി അരച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോറ് മതിയിട്ട്, തോനെ ചോറ് ഇടുമ്പോൾ ഒട്ടുന്ന ആ ഒരു പ്രശ്നം വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഉപ്പ് പിന്നെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ അതിൻ്റെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് ഉഴുന്നിന് പകരമായിട്ട് നമ്മൾ മുത്താറി യൂസ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ അലക്കാനുള്ളതും പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് മുരിങ്ങ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇപ്പോൾ ഉണ്ടായതെന്ന് പറയല്ല, ഇളയതായിട്ടുള്ള മുരിങ്ങയാണ് കേട്ടോ ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയോ ഒരുമാതിരി പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു വെള്ള പ്രാണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടണമില്ല. അപ്പോൾ ഞാൻ ഇല കണ്ടപ്പോൾ അങ്ങനെ പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈരി വെച്ചിട്ട് വേഗം തന്നെ അടുപ്പ് തീ കൂട്ടിയിട്ട് നമ്മൾ ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് അരിഞ്ഞു കൊടുക്കുകയാണ്. ഉള്ളി ഞാൻ നേരത്തെ തന്നെ തൊലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ കാന്താരി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നുകൊണ്ട് ഇപ്പോൾ കാന്താരി ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ പീടികയിൽ നിന്ന് പച്ചമുളകൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കാന്താരിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം അതിലേക്ക് വേഗം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ചട്ടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും പിന്നെ നമ്മളെ കാന്താരി ഉണ്ടല്ലോ, അത് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മുരിങ്ങാത്താളിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ സാധാ രീതിയിൽ വെക്കുന്ന രീതിക്കാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ മുരിങ്ങ താളിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് ചോറ് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ചോറ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാ വെള്ളമല്ലേ, നോർമൽ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് അടച്ച് വെച്ചിട്ട് അവിടുന്ന് കുക്കായിക്കോളും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളമൊക്കെ ഒന്ന് കാഞ്ഞ സമയത്ത് അരിയൊക്കെ കഴുകിയിട്ട് ചോറുണ്ടാക്കാൻ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അയക്കേണ്ടി. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും, ഇഷ്ടമായിട്ടില്ലെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ. അതിനനുസരിച്ചിട്ട് നമ്മളെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. പിന്നെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചീര എന്ന് പറഞ്ഞാൽ ഷുഗർ ചീര.
അപ്പോൾ ഇത് ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത സംഭവമാണ്. പിന്നെ ഉമ്മ ഉണ്ടാക്കി തന്ന് അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇത് എനിക്ക് കിട്ടിയപ്പം ഞാൻ വേഗം വാഷ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനാണ് കേട്ടോ എനിക്ക് തോന്നുക. അങ്ങനെ ഇതാ ഞാൻ നമ്മളെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വാഷാക്കിയിട്ട് ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കോഴിമുട്ടയും അതുപോലെ നമ്മൾ തേങ്ങ ചിരകിയിട്ട് നമ്മളൊന്ന് ഒതുക്കിയെടുക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഈ ഒരു ഉപ്പേരിയിലേക്കുള്ള തേങ്ങ ചേർക്കാൻ പോകണം കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കാന്താരി ഇടുന്നുണ്ട്, പിന്നെ ഒരു 3 ചെറിയുള്ളി ഇടുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്ന് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ചിക്കി പരത്തി എടുക്കുക കേട്ടോ. ഇതുപോലെ കിട്ടണം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കിയിട്ടുള്ള തേങ്ങയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണേ. അപ്പോൾ എൻ്റേതായ കഴിവിലാണ് ഞാനിതൊക്കെ ചെയ്യൽ, ഒരാളോട് ചോദിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി പോലെ ആക്കിയെടുക്കുമല്ലോ, നമ്മളൊന്ന് ഒതുക്കിയെടുക്കുമല്ലോ നമ്മളെ തേങ്ങ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഒരു ചീര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നീളങ്ങനെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ നാട്ടിൽ നിങ്ങളെങ്ങനെയാണ് ഈ ഒരു ചീര ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ട് കുക്കാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ റൈസ് കുക്കറിൽ വേഗം തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും ഇതാ നമ്മൾ ഉപ്പേരിയൊക്കെ ഒന്ന് നല്ലപോലെ വാടിയിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിത് ഓഫാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതാ കുറച്ച് മീനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ ആദ്യം തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ചോറും നമ്മളെ മീൻ പൊരിച്ചതും പിന്നെ നാരങ്ങൻ്റെ അച്ചാറ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്, പിന്നെ നമ്മൾ ചീരൻ്റെ പേരും മുരിങ്ങാത്താളിപ്പും ഇതെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.